സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി ഒരു പ്രതിഷേധം നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം ലാത്തിചാർജ് നടത്തേണ്ടത് ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജൂലൈ 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ പോലീസുകാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ ആരായാലും ഓരോ വ്യക്തിയുടെയും ജീവൻ പ്രധാനമാണെന്ന് പരമോന്നത കോടതി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തുടനീളം നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കും മറ്റ് ക്രമക്കേടുകൾക്കുമെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമങ്ങൾ ഉണ്ടായോ എന്നാരോപിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജികൾ ചൊവ്വാഴ്ച പരിഗണിക്കാൻ കോടതി സമ്മതിച്ചിരിക്കുകയാണ്. അതായത് നാളെ കോടതി ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച മറ്റൊരു ഹർജിയും മറ്റ് ഹർജിക്കാർക്കൊപ്പം പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിൽ ജസ്റ്റിസ് ജോമാലിയ ബാച്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. സമാനമായ അല്ലെങ്കിൽ സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം പൂർണ്ണമായും ഉറപ്പു നൽകപ്പെടുന്നതാണ്. അത് നിഷേധിക്കാനോ ആവില്ല. പ്രതിഷേധം നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം പോലീസിന്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കാനാവില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതിനായി കൃത്യമായ ഒരു നടപടിക്രമം ഉണ്ടാകണം. മതിയായ സ്ഥല സൗകര്യം ഉറപ്പാക്കണം. നിയന്ത്രണങ്ങൾ പാടില്ല. സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അവ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇത് ഡൽഹിയുടെ മാത്രം വിഷയമല്ല. നടപടിക്രമങ്ങളിൽ ഏകീകൃത സ്വഭാവം ആവശ്യമാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. പ്രക്ഷോഭം നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം ലാത്തി ചാർജ് ഉണ്ടാകണമെന്നില്ല. ജനാധിപത്യ പ്രക്രിയയ്ക്ക് അത്യന്താപേക്ഷിതമായ സ്വയം നിയന്ത്രണവും അച്ചടക്കവുമാണ് ആവശ്യമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. ജൂലൈ 20 ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പാർലമെന്റിലേക്ക് നീങ്ങാൻ ശ്രമിച്ച ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ലാത്തിയും അതോടൊപ്പം തന്നെ കണ്ണീർവാതക ഷെല്ലുകളും പ്രയോഗിച്ചു. ഇരുപക്ഷവും ആളുകൾക്ക് പരിക്കേറ്റു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്, ആരോഗ്യമന്ത്രി JP നഡ്ഡ, കോക്രോച്ച് ജനതാ പാർട്ടി വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും പാർട്ടി ഉന്നയിച്ച മറ്റ് ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് 36 ദിവസം നീണ്ടുനിന്ന സമരം ഒടുവിൽ പിൻവലിക്കുകയായിരുന്നു. ശനിയാഴ്ച ജന്തർ മന്ദിറിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ അക്രമാസക്തമായ ഒരു ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. പ്രതിഷേധക്കാരിൽ ഒരു വിഭാഗം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞതിനെ തുടർന്ന് ഒരു സ്പെഷ്യൽ പോലീസ് കമ്മീഷണർക്കും 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിരുന്നു. സാഹചര്യം നിയന്ത്രണ വിധേയമാക്കാൻ സുരക്ഷാ സേന കണ്ണീർവാതകം പ്രയോഗിക്കുകയും നേരിയ രീതിയിൽ ഒരു ലാത്തി ചാർജ് നടത്തുകയും ചെയ്തതായി PTI റിപ്പോർട്ട് ചെയ്തിരുന്നു.